ദിവസത്തിൽ 2 തവണ അപ്രത്യക്ഷമാകുന്ന ക്ഷേത്രം. 150 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം സ്തംഭേശ്വർ മഹാദേവ ക്ഷേത്രം. ഗുജറാത്തിലെ കവി കമ്പോയിലാണ് സ്തംഭേശ്വർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കടൽത്തീരത്ത് നിന്ന് ഏതാനും അടി അകലെ അറബിക്കടലിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രം എങ്ങനെ ഉണ്ടായി, ആരാണ് ശിവലിംഗം ആ സ്ഥലത്ത് സ്ഥാപിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു കഥ ഉണ്ട്. താരകാസുരൻ ഒരു അസുരനും ശിവന്റെ കടുത്ത ഭക്തനുമായിരുന്നു. ബ്രഹ്മാവിന്റെ ശ്രദ്ധ നേടുന്നതിനായി അദ്ദേഹം കഠിനമായ തപസ്സിൽ ഏർപ്പെട്ടു. ഒടുവിൽ ദേവൻ അസുരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ സമർപ്പണത്തിൽ വളരെയധികം ആകൃഷ്ടനായി. അസുരൻ ആഗ്രഹിക്കുന്നതെന്തും തനിക്ക് ഒരു വരം നൽകാമെന്ന് അദ്ദേഹം താരകാസുരനോട് പറഞ്ഞു. താരകാസുരൻ തൽക്ഷണം ബ്രഹ്മാവിനോട് തന്നെ അമർത്യനാക്കണമെന്നും മരണം ഒരിക്കലും തന്നെ സ്പർശിക്കരുതെന്നും ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും ജീവിതമരണ ചക്രം അനിവാര്യമാണ്. ബ്രഹ്മാവിന് അത്തരമൊരു വരം നൽകാൻ കഴിയില്ല. മറ്റെന്തെങ്കിലും ചോദിക്കാൻ അദ്ദേഹം താരകാസുരനോട് ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും മരണം തന്റെ പടിവാതിൽക്കൽ മുട്ടാതിരിക്കാൻ അനുഗ്രഹിക്കണമെന്ന് തന്ത്രശാലിയായ അസുരൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു. ശിവന്റെ മകൻ അവനെ കൊന്നപ്പോൾ മാത്രമേ അയാൾക്ക് മരിക്കാൻ കഴിയൂ. പത്നി സതിയുടെ മരണശേഷം ശിവൻ ആഴമായ ധ്യാനാവസ്ഥയിലായിരുന്ന സമയമായിരുന്നു ഇത്. ദേവൻ കുട്ടികളുണ്ടാകില്ലെന്ന് താരകാസുരൻ അറിയാമായിരുന്നു. ബ്രഹ്മാവ് അദ്ദേഹത്തിന് വരം നൽകി. നിമിഷങ്ങൾക്കുള്ളിൽ താരകാസുരൻ സ്വർഗത്തിൽ നാശം വിതയ്ക്കാൻ തുടങ്ങി. അവൻ ദേവന്മാരെ നിഷ്കരുണം കൊല്ലുകയും ദേവന്മാരെ ഭയപ്പെടുത്തുകയും മനുഷ്യരുടെ ജീവിതം ദുഷ്കരമാക്കുകയും ചെയ്തു. സതിയുടെ അവതാരമായ പാർവതി ദേവി ശിവന്റെ സ്നേഹവും വാത്സല്യവും നേടാൻ ആഴമായ ധ്യാനാവസ്ഥയിൽ ഇരുന്നു. ഭഗവാൻ അവളുടെ ഭക്തിയിൽ വളരെയധികം ആകൃഷ്ടനായി. ഇരുവരും ഒടുവിൽ വിവാഹിതരായി. അവരുടെ സംഗമം കാർത്തികേയ ഭഗവാന്റെ ജന്മത്തിൽ കലാശിച്ചു. കാർത്തികേയൻ 6 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ദേവസേനയെ നയിക്കുകയും താരകാസുരനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ശിവഭക്തനെ കൊന്നതിന്റെ പാപത്തിൽ നിന്ന് മുക്തി നേടുന്നതിനായി അദ്ദേഹം ഭൂമിയിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ശിവലിംഗങ്ങൾ സ്ഥാപിക്കുകയും പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തു. സ്തംഭേശ്വര മഹാദേവ ക്ഷേത്രം അത്തരമൊരു ശിവലിംഗമാണെന്ന് പറയപ്പെടുന്നു.